അങ്ങനെ അതെ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പാക്കിംഗ് ആണ് കേട്ടോ അത്. എനിക്കുള്ളത് ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. തേജപ്പന് വേണ്ടത് അവൻ സൈഡിൽ കൂടെ നിന്നിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ തേജുവിന് ഒരു ആഗ്രഹം, അവന്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയപ്പത്തിലാണ് കേട്ടോ കാട്ടുന്നത്. പിന്നെ ഇതേ പുറപ്പാട് തുടങ്ങിയിട്ടുള്ള പൗഡറും ക്രീമൊക്കെ വെച്ച് തേച്ച് ഒരുവിധം ആക്കിയിട്ടുണ്ടായിരുന്നു മുഖം. ഞാൻ പിന്നെ ഇതൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ച് അങ്ങോട്ട് മാറ്റി കൊടുത്തു. അല്ലെങ്കിൽ ഇത് ഉഷ്ണിച്ച് കഴിഞ്ഞ ഒരു കോമാളി രൂപമായിട്ട് മാറുമല്ലോ. അവസാനം തന്നെ ചീത്ത കേട്ടപ്പോൾ എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് വേഗം ഡ്രസ്സ് മാറാൻ നോക്കിയിട്ടോ. വാച്ചൊക്കെ ഇട്ടിട്ട് ഇത് ചുള്ളപ്പനായിട്ടുണ്ട് കേട്ടോ കുട്ടി. പിന്നെ ഇതേ ഞാനും വേഗം ഡ്രസ്സൊക്കെ മാറി പുറപ്പെടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ വിൻഷേട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിൻഷേട്ടൻ ട്രിപ്പ് പോവാണല്ലോ. കുറെ പേര് ചോദിച്ചു വിൻഷേട്ടൻ എവിടേക്ക് എന്താ പോകണമെന്നൊക്കെ. വിൻഷേട്ടൻ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ജിത്തുട്ടേണ്ടേന്ന് ഇതേ ബാഗൊക്കെ വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാഗ് കണ്ടപ്പോൾ തേജപ്പന്റെ മുഖം ഒന്ന് ചെറുതായി പോയിണ്ടായിരുന്നു. എങ്കിലും കുട്ടി മനസ്സിൽ ദേഷ്യം വിഷമൊന്നും വല്ലാണ്ടൊക്കെ പുറത്തേക്ക് എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ട് അപ്പൊ വിൻഷേട്ടൻ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയമ്പാടി നിൽക്കുന്നത്. തേജപ്പന്റെ മുഖത്തിന് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ആ ബാഗ് കണ്ടപ്പോഴാണ് മുഖത്തിന്റെ ഭാവം നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നത്. 4:30 വരേണ്ട ബസ് ഇതേ 4:45 വരുന്നത് കാണാലേട്ടോ. ഞങ്ങൾ കുറെ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടുള്ളതുകൊണ്ട് കുറച്ചു നേരം പോയിട്ടോ, അല്ലെങ്കിൽ ഞാനും തേജപ്പനും നിന്ന് പോസ്റ്റ് ആയി ഉണ്ടാവൂട്ടോ. അങ്ങനെ ബസ്സിന്റെ ഒരു ഹോണടി കേട്ടപ്പോൾ വിൻഷേട്ടിന് തേജ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വേഗം ബസ് കയറി ഇരുന്നു കേട്ടോ. ബസ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നെല്ലുവായിന്ന് വീട്ടിലേക്കുള്ള ഡയറക്റ്റ് ബസ്, അതായത് തേജപ്പന്റെ സുജിമോൻ ബസ് മിസ്സായിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിതേ മങ്ങാട് ഇറങ്ങിയിട്ട് അച്ഛനെ വിളിക്കട്ടോ ചെയ്തത്. അങ്ങനെ കുറച്ചു നേരം കാത്തുന്നപ്പോഴേക്കും ഇതേ അച്ഛൻ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛന്റെ വണ്ടിയുമ്പോൾ കയറി ഇരുന്നിട്ടാണ് വീട് വരെ പോയത്. എന്തോ ഒരു വിറ്റെന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര പതുക്കെയാണ് കേട്ടോ, ഭയങ്കര സ്ലോവിലാണ് അച്ഛൻ വണ്ടി ഓടിച്ച് പോവാട്ടോ. വിൻഷേട്ടിന്റെ കൂടെ ഇങ്ങനെ പറപ്പിച്ച് പോയിട്ട് തേജപ്പിന് ഇത് എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചോക്കിയിട്ട് എന്താ അമ്മയാ ചാച്ച ഇത്ര സ്ലോവിൽ പോണു, സ്പീഡിൽ പോകാൻ പറയും എന്നൊക്കെ ആയിട്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് പറയണം. പിന്നെ ഒരു പരാതി ഉണ്ടായിരുന്നത് എല്ലാ വണ്ടിയും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോണു, നമ്മൾ പിന്നിലാല എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇല്ല അപ്പൊ അതൊക്കെ പോണതല്ലേ തേജു ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇതേ അമ്മ മുറ്റടിക്കുക വൈകിട്ടത്തെ പണിയിലായിരുന്നു കേട്ടോ. മുറ്റടിക്കലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ചെരുപ്പൊക്കെ തേജു ആണെങ്കിൽ ഇതേ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിട്ടോ. അവനൊരൊറ്റ വാശി, അവൻ തന്നെ ഡ്രസ്സ് ഇടും, അവൻ വലിയ ചെക്കനായി എന്നൊക്കെയായിട്ട് പറയണത്. പിന്നെ അവൻ കണ്ടുപിടിച്ചൊരു കാര്യം, ഇത് ഞാനല്ല അമ്മ എൻ്റെ ഫോട്ടോ എവിടെയൊക്കെ കൊടുന്ന് വെച്ചത്, നമുക്ക് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാട്ടാന്നിട്ട് പറഞ്ഞേക്കണത്. പിന്നെ ഇതേയുള്ള ഒരു യുദ്ധമാണ് കേട്ടോ, ഈ ഒരു ബനിയിടാനുള്ള യുദ്ധമാണ്. ചെറുതായിട്ടൊന്ന് ബനിയിടാൻ കുട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്താലും കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബനിയിടുട്ടാ. ആദ്യമൊക്കെ ഇടുമ്പോൾ തിരിച്ചു മറിച്ചിടും, ചിലപ്പോൾ ഫ്രണ്ട് ബാക്കിലേക്കും ബാക്ക് ഫ്രണ്ടിലേക്കും ഒക്കെ പോവും. കൈ ഇടുന്നോടത്ത് കൂടെ തല ഇടുന്നോടത്ത് കൂടെ കൈ ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അവസാനം ഇതേ കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കും. ഇപ്പൊ പഠിച്ചിട്ടുണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടുക, ട്രൗസറും ബനിയനൊക്കെ സ്വന്തമായിട്ട് ഇട്ട് തുടങ്ങിയിട്ടാ. പിന്നെ അമ്മ നമുക്ക് ചായ കൊടുന്നു, കൊള്ളിവറവും ചക്കവറവും കട്ടൻ കാപ്പിയൊക്കെ ആടുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെ കുരിശിന്റെ വഴി പള്ളിക്ക് പോണത് കണ്ടിട്ടോ. എന്റെ വീടിന്റെ ഏരിയയിൽ കൂടുതലും ക്രിസ്ത്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാട്ടോ. പിന്നെ അച്ഛൻ കടയിൽ പോയിട്ട് കുറച്ച് എണ്ണക്കടി വാങ്ങിയിട്ടോ. കൊഴുക്കട്ടിയും പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.